അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറകത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. വബിസ്സനദിൽ മുത്തസിലി മിന്നാ للإمام الهمام الحافظ الحجة أمير المؤمنين في الحديث الشيخ محمد بن إسماعيل ابن إبراهيم بن المغيرة بن البردزبة اليمان الجعفي البخاري رضي الله تعالى عنه وعنهم أنه قال حدثنا أبو اليماني الحكم بن نافع قال أخبرنا شعيب عن الزهري قال أخبرني عبيد الله بن عبد الله بن عتبة بن مسعود رضي الله عنه وعنهم أن عبد الله بن عباس أخبره أن أبا سفيان بن حرب أخبره أن هرقل أرسل إليه في ركب من قريش وكانوا تجارا بالشام في المدة التي كان رسول الله صلى الله عليه وسلم ماد فيها أبا سفيان وكفار قريش فأتوه وهم بإيلياء فدعاهم في مجلسه وحوله علماء الروم ثم دعاهم ودعا بترجمانه فقال أيكم أقرب نسبا بهذا الرجل الذي يزعم أنه نبي إلى آخره. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങള് പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തങ്ങളാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ഹിജ്റ 6 രാജാക്കന്മാർക്കെല്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് കത്തെഴുതി. ആ കൂട്ടത്തില് ഹിർക്കൽ രാജാവിനും കത്തെഴുതി. ആ സംഭവമാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങള് പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്. കിതാബുൽ ജിഹാദിലും മറ്റുമൊക്കെ വീണ്ടും ഈ ഹദീസ് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? അന്ന അബാ സുഫിയാന ഇബ്ന ഹർബിൻ, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് അഖ്ബറഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ തങ്ങളോട് പറഞ്ഞ്, എന്താ പറഞ്ഞത്? അന്ന ഹിർക്കൽ വായിക്കേണ്ടത് ഹിറക്കൽ, ഹാഇന് കസ്ർ, റാഇന് ഫത്ഹ്, ഖാഫിന് സുക്കൂന്. അതിന്റെ ലബ്ത്ത് ഓർമ്മിക്കണേ. ഹിറക്കൽ, ഹായിന് കസ്റും റാഇന് ഫത്ഹും ഖാഫിന് സുക്കൂൻ. അദ്ദേഹം പറയുകയാണ് കൈസർ എന്നാണ് അവരുടെ ലഖബ് പറയുന്നത്. റോമാ ചക്രവർത്തി, റോമയിലെ രാജാവാണ് ഹെറക്കൽ. കൈസർ എന്ന പേരിലാണ് റോമാ ചക്രവർത്തിമാരെ അറിയപ്പെടുക. ചില സ്ഥലത്ത് കൈസർ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ കൈസറിൻ്റെതായിട്ട് ഈ വിഷയം പറയും. അപ്പൊ ആ പറയുന്നതും ഇതും രണ്ടും ഒന്ന് തന്നെയാണ്. ഹിറക്കല് എന്നാണ് രാജാവിന്റെ പേര്. റോമാ ചക്രവർത്തി. റോമയിലെ ചക്രവർത്തിമാർക്കെല്ലാം പിന്നെ
കൈസർ എന്ന പേരിൽ ആണ് അവര് അറിയപ്പെടുക. പേർഷ്യൻ രാജാക്കന്മാർക്ക് കിസ്ര എന്ന പേരിൽ പേർഷ്യൻ രാജാക്കന്മാര് അറിയപ്പെടുന്നത് പോലെ ഓരോ നാട്ടിലെ രാജാക്കന്മാർക്കും ഇങ്ങനെ പ്രത്യേകമായ ലഖബ് അലമുകൾ കാണാം. ചില ഷറഹുകളില് ഒരുപാട് നാടുകളിലെ രാജാക്കന്മാരുടെ പേരുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിന്റെ ഷറഹ് നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഈ ഹദീസിന്റെ ഷറഹ് തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ റോമാ ചക്രവർത്തിയാണ് ഹിർക്കലി. ആ ഹിർക്കലി അർസല ഇലൈഹി അബൂ സുഫിയാനെ വിളിക്കാനയച്ചു. അർസല ഇലൈഹി ആ ലഫ്ദിന്റെ മാന ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിറക്കൽ രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. ആ കത്ത് കിട്ടിയപ്പോ ഈ കത്തെഴുതിയ ആള് ആരാണ്, ഈ കത്തിൽ പറയുന്ന സംഗതി എന്താണ്, അത് ചോദിച്ചറിയാൻ വേണ്ടിയാണ് അബൂ സുഫിയാനെ വിളിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ആളെ പറഞ്ഞയച്ചത്. ഫി റഖബിൻ മിൻ ഖുറൈശിയിലെ വലിയ ഒരു യാത്രാ സംഘത്തോടൊപ്പം 40 ആളുകളെയും കൂട്ടിയിട്ട് അബൂ സുഫിയാൻ ഷാമില് കച്ചവടത്തിന് വന്നതാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹിറക്കൽ രാജാവിന് കത്തെഴുതിയത്. അപ്പോഴാണ് ഹിറക്കൽ രാജാവ് അവിടെ കച്ചവടാവശ്യാർത്ഥം വന്ന ഖുറൈശികൾ, മക്കാരാണല്ലോ ഖുറൈശികൾ, അപ്പൊ മക്കത്തിനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കത്തെഴുതുന്നത്. അപ്പൊ മക്കാർക്കാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കത്തിലെഴുതിയ കാര്യങ്ങളും ഈ കത്തെഴുതിയ ആളെയും സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിളിക്കാനയച്ചു. ഒക്കാനോ തുജാറൻ ബിശ്ശാം, ഇവര് ഷാമില് കച്ചവടത്തിന് വന്ന ആൾക്കാരാണ്. ഏത് കാലത്താണ് ഈ വിളിക്കാൻ അയക്കുന്നത്? ഫിൽ മുദ്ദത്തില്ലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാദ്ദ ഫിഹാ അബാ സുഫിയാന വകുഫാറ ഖുറൈശിൻ. ഒരു കാലം, ഒരു സമയം, അത് ഹിജ്റ 6-ലാണ് സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ സുഫിയാനോട് ഖുറൈശികളും തമ്മിൽ യുദ്ധമില്ലാ കരാറിൽ ഒപ്പിട്ട സമയം മാദ്ദ ഫിഹ, അബൂ സുഫിയാനോടും കുഫാർ ഖുറൈശികളോടും യുദ്ധമില്ലാതിരിക്കാൻ ഉള്ള ഒരു സമയം ആവശ്യപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടം. അന്ന് ഖുറൈശികളുടെ നേതാവാണ് ഈ അബൂ സുഫിയാൻ. ഇസ്ലാം മതം വിശ്വസിച്ചിട്ടില്ല. അബൂ സുഫിയാൻ ഇസ്ലാം മതം വിശ്വസിക്കുന്നത് ഹിജ്റ 10 മക്ക ഫതഹിന്റെ അന്നാണ്. ഈ സമയം ഈ ഹിർക്കൽ രാജാവ് വിളിക്കാനയക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ചോദിച്ചറിയാൻ വേണ്ടി ഈ അബൂ സുഫിയാനെ വിളിക്കാനയക്കുന്ന ഈ സമയം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കടുത്ത അദുബും മുസ്ലിമീങ്ങളുടെ കടുത്ത അദുബ് ആയിരുന്നു അബൂ സുഫിയാൻ. ബദ്റിലും ഉഹദിലുമൊക്കെ ശത്രുപക്ഷത്തിന്റെ നേതാവാണല്ലോ അബൂ സുഫിയാൻ. ഉഹദിലും ബദ്റിലും ഒക്കെ, ബദ്ർ കഴിഞ്ഞില്ലേ, ആ ബദ്റിൽ ശത്രുപക്ഷത്തിന്റെ നേതാവാരാണ് അബൂ സുഫിയാനാണ്. അതുപോലെ തന്നെ ഉഹദിലും ശത്രുപക്ഷത്തിന്റെ നേതാവും മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും അധികം പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർത്തും ഈ അബൂ സുഫിയാനാണ്. അപ്പൊ ഈ വിളിക്കാനയക്കുന്ന ഈ കാലത്തൊന്നും തന്നെ അബൂ സുഫിയാൻ മുസ്ലിം അല്ല എന്ന് മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും കടുത്ത അദുവും കുഫാരിങ്ങളുടെ നേതാവും ആണ് ഈ അബൂ സുഫിയാൻ. ആ സമയത്താണ് ഈ അബൂ സുഫിയാനെ ഹിർക്കൽ രാജാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഖുറൈശികളോടൊപ്പം വിളിക്കാൻ വേണ്ടി അയക്കുന്നത്. ഫഅത്തൗഹു, അങ്ങനെ അബൂ സുഫിയാൻ ഫഅത്തൗഹു,
അവരെന്ന് പറഞ്ഞാൽ അബൂ സുഫിയാനും ഈ ഖുറൈശികളുടെ ഈ യാത്രാ സംഘവും അബൂ സുഫിയാന്റെ അടുക്കിലേക്ക് പോയി. അല്ല, ഹിർക്കൽ രാജാവിന്റെ അടുക്കിലേക്ക് പോയി. ഹിർക്കൽ രാജാവാണല്ലോ ഇവരെ വിളിക്കാനയക്കുന്നത്. അവിടത്തേക്ക് പോയി. ഈലിയാഗ്, ഇവര് ബൈത്തുൽ മുഖദ്ദസിലാണ് എന്നുള്ളത്. ബൈത്തുൽ മുഖദ്ദസിലാണ് ഈലിയാഗ് എന്ന് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിലാണ് ഇവര് ഉള്ളത്. അബൂ സുഫിയാനും ഈ ഖുറൈശികളും. അബൂ സുഫിയാൻ ഉള്ളത് അവിടെയാണ്. ഫദആഹും, അങ്ങനെ ഹിർക്കലി ഇവരെല്ലാം വിളിച്ചു. ഫി മജ്ലിസിഹി, അദ്ദേഹത്തിന്റെ ദർബാറിലേക്ക്, ആ സദസ്സിലേക്ക് ഹിർക്കൽ രാജാവ് ഇവരെല്ലാം വിളിപ്പിച്ചു. വഹൗലഹു, ഹിർക്കൽ രാജാവിന്റെ ചുറ്റുഭാഗത്തുണ്ട് ഉലമാ ഉറുമി, റോമയിലെ പ്രമുഖര്, അവിടുത്തെ വിഐപികള്, അവിടുത്തെ പ്രധാനികള്, റോമയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മന്ത്രിമാര്, അദ്ദേഹത്തിന്റെ സംഘം, അതൊക്കെ രാജാവിന്റെ ചുറ്റുഭാഗത്തുണ്ട്. ആ മജ്ലിസിൽ, ആ ദർബാറിലേക്കും ആ മജ്ലിസിലേക്കുമാണ് അബൂ സുഫിയാനും ഈ ഖുറൈശികളും കടന്നു ചെല്ലുന്നത്. അവിടത്തേക്കാണ് രാജാവ് ഇവരെ വിളിപ്പിക്കുന്നത്. സുമ്മദആഹും, അങ്ങനെ ഇവരൊക്കെ അവിടെ എത്തി. അവരെല്ലാവരും അവിടെയുണ്ട്. ആ സമയത്ത് അബൂ സുഫിയാൻ ഇവരെല്ലാം അടുത്തേക്ക് വിളിപ്പിച്ച് വദആ ബിതർജുമാനിഹി, രാജാവിന്റെ പരിഭാഷകനെയും. കാരണം ഇവരിപ്പോ അറബിയിലാ സംസാരിക്കുക, മക്കക്കാരല്ലേ. ഈ മക്കക്കാരുടെ ഭാഷ അറബിയാണ്, രാജാവിന്റെ ഭാഷ അറബിയല്ല. അപ്പൊ രാജാവിന് ഇവരുടെ ഭാഷ തിരിയില്ല. അങ്ങനെ രാജാവിന് പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പരിഭാഷകനുണ്ട്. ആ പരിഭാഷകനെയും വിളിപ്പിച്ചു. കാരണം അബൂ സുഫിയാൻ ഇപ്പൊ അറബിയിലാ സംസാരിക്കുക, ഖുറൈശികളും. രാജാവിനെ അറബി അറിയില്ല. അപ്പൊ എന്തു വേണം? ഈ സംസാരിക്കുന്ന അറബി രാജാവിന്റെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു കൊടുക്കണം. അതിനുവേണ്ടി രാജാവിന്റെ പരിഭാഷകനെയും വിളിച്ച് ഫഖാല, എന്നിട്ട് രാജാവ് അവരോട് ചോദിച്ചു. ആരോട്? അബൂ സുഫിയാനോടും ഖുറൈശികളോടും ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? അയ്യുക്കും അഖ്റബു നസബൻ ബിഹാദർ റജുലിൽ ലദീ യസ്ഉമു അന്നഹു നബിയ്യുൻ, നബിയാണെന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന ഈ ഇദ്ദേഹത്തോട് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അടുത്ത കുടുംബക്കാരൻ ആരാണ്? അദ്ദേഹത്തിന്റെ കുടുംബക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്ട്? അടുത്ത കുടുംബക്കാര്, അഖ്റബു നസബൻ. കണ്ട, ഈ നബിയാണെന്ന് വാദിക്കുന്ന, ഈ കത്ത് കിട്ടിയല്ല, വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഈ നബിയാണെന്ന് പറഞ്ഞിട്ട് ഈ മക്കയിൽ വന്ന ഇദ്ദേഹത്തോട് നിങ്ങളുടെ കൂട്ടത്തില് അഖ്റബു നസബ്, അടുത്ത കുടുംബക്കാരൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? അപ്പൊ കാല അബൂ സുഫിയാൻ. അപ്പൊ അബൂ സുഫിയാൻ പറയുകയാണ്, ഫഖുൽതു അന അഖ്റബുഹും നസബൻ, ഞാനാണ് അദ്ദേഹവുമായിട്ട് ഏറ്റവും കുടുംബത്തിൽ അടുത്തവൻ. കുടുംബ ബന്ധത്തിൽ ഞാനാണ് കൂടുതൽ അടുത്തയാള്. അബ്ദു മനാഫിന്റെ പരമ്പരയിലാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പമാരുടെ കൂട്ടത്തിൽപ്പെട്ട അബ്ദു മനാഫിന്റെ ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അബൂ സുഫിയാൻ. അപ്പൊ ഈ നബിയാണെന്ന് വാദിക്കുന്ന ഇദ്ദേഹവുമായിട്ട് അടുത്ത കുടുംബ ബന്ധമാണ്, ഏറ്റവും അടുത്ത കുടുംബ ബന്ധം ഉള്ള ആള് ഞാനാണ് എന്ന് അബൂ സുഫിയാൻ രാജാവിനോട് പറഞ്ഞു. അതെന്തിനാണ്? ഇപ്പൊ അടുത്ത കുടുംബക്കാരനാണല്ലോ ഒരാളെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഇപ്പൊ ഇവിടെ വേണ്ടതെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് ചോദിച്ചിട്ട് അതിന്റെ മറുപടി കിട്ടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു വിവരം കിട്ടുക ഇപ്പൊ ഇവിടെ വേണ്ടത്. അത് ആർക്കാ സാധിക്കുക? അടുത്ത ബന്ധു. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാനാണ് ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറഞ്ഞ്. ഫഖാല, അപ്പൊ രാജാവ് അവരോട് പറഞ്ഞു, അവരുണ്ടല്ലോ രാജാവിന്റെ ഉലമാവും രാജാവിന്റെ ഖാദിമീങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അവരോട് പറഞ്ഞ്
ഉദ്നോഹുമിന്നി, ഇദ്ദേഹത്തെ എന്റെ അടുത്തിരുത്ത്. ഈ അബൂ സുഫിയാൻ ഒന്ന് എന്റെ അടുത്തിരുത്ത്. വഖറബു അസ്ഹാബഹു, അയാളുടെ അനുയായികളെ, അബൂ സുഫിയാന്റെ പാർട്ടി ഉണ്ടല്ലോ ഇപ്പൊ കൂടെ വന്ന, അവരെ അദ്ദേഹത്തിന്റെ അടുത്തും ഇരുത്തു. ഈ അബൂ സുഫിയാൻ ഒന്ന് എന്റെ അടുത്തേക്ക് ഉണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആൾക്കാരുണ്ടല്ല, ഈ കച്ചവടക്കാര്, അവരെ അദ്ദേഹത്തിന്റെ അടുത്തും ഇരുത്ത്. കാരണം എനിക്ക് അദ്ദേഹത്തോട് കുറെ ചോദിക്കാനുണ്ട്. അപ്പൊ ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്ന മറുപടി ആര് കേൾക്കണം? അദ്ദേഹത്തിന്റെ അനുയായികൾ കേൾക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളെ അദ്ദേഹത്തിന്റെ അടുത്തും ഇരുത്ത്. അദ്ദേഹത്തെ ഒന്ന് എന്റെ അടുത്തും ഇരുത്ത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ അനുയായികളെ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് അവരെ അദ്ദേഹത്തിന്റെ മുമ്പിലിരുത്ത്. അബൂ സുഫിയാന്റെ മുമ്പിൽ ആരെ ഇരുത്തണം? അബൂ സുഫിയാന്റെ കൂടെ വന്ന അബൂ സുഫിയാന്റെ കൂട്ടുകാരെ അബൂ സുഫിയാന്റെ മുന്നിലിരുത്ത്. എന്നിട്ട് അബൂ സുഫിയാൻ പറയുന്നതെല്ലാം ആര് കേൾക്കട്ട്? അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആ ഖുറൈശികളായ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ കേൾക്കട്ട്. അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാന്റെ അടുത്ത് അദ്ദേഹത്തിനോടൊപ്പം വന്ന ആളുകളെയും ഇരുത്ത്. അബൂ സുഫിയാൻ ഒന്ന് എന്റെ അടുത്തും ഇരുത്ത്. എന്നിട്ട് സുമ്മക്കാലി തർജുമാനിഹി, പിന്നെ രാജാവിന്റെ പരിഭാഷകനോട് പറഞ്ഞ്, കുല്ലഹും, നീ ഇവരോട് പറയും. ആരോട്? അബൂ സുഫിയാനോടും അബൂ സുഫിയാന്റെ അനുയായികളോടും പറ. എന്താ പറയേണ്ടത്? ഇന്നി സായിലുൻ ഹാദാ അൻ ഹാദർ റജുലി, ഞാൻ ഈ അബൂ സുഫിയാനോട് ചോദിക്കും. ഇന്നി സായിലുൻ ഹാദാ, ഞാൻ ഇയാളോട് ചോദിക്കും. ഇയാളെന്ന് പറഞ്ഞാല് അബൂ സുഫിയാൻ. ഞാൻ അബൂ സുഫിയാനോട് ചോദിക്കും അൻ ഹാദർ റജുലി, ഇയാളെ സംബന്ധിച്ച്. ആരെ സംബന്ധിച്ച്? അല്ലദീ അന്നഹു നബിയുൻ, നബിയാണെന്ന് വാദിക്കുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ അബൂ സുഫിയാനോട് ചോദിക്കും. ഫഇൻ കദബനി, അബൂ സുഫിയാൻ എന്നോട് കളവ് പറഞ്ഞാല് ഫകദ്ദിബൂഹു, നിങ്ങളെല്ലാം അദ്ദേഹത്തെ കളവാക്കണം. അബൂ സുഫിയാന്റെ കൂട്ടുകാരോട് പറയുകയാണ്. അബൂ സുഫിയാനോട് ഞാൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പലതും ചോദിക്കും. അപ്പൊ അബൂ സുഫിയാൻ എന്തെങ്കിലും കളവ് പറഞ്ഞാല് നിങ്ങൾ എന്താ പറയണം? അബൂ സുഫിയാൻ പറഞ്ഞത് കളവാണെന്ന് പറയണം. അബൂ സുഫിയാൻ പറഞ്ഞത് കളവാണ് എന്ന് നിങ്ങൾ പറയണം. പിന്നെ അപ്പൊ അബൂ സുഫിയാൻ പറയുകയാണ്, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലൗലൽ ഹയാ ലജ്ജ ഇല്ലായിരുന്നുവെങ്കിൽ, മിന്ന യസിറു അലയ്യ കദിബൻ, എന്നെ സംബന്ധിച്ച് കളവ് പറയാൻ ധൈര്യപ്പെടും. ആ ധൈര്യപ്പെടുന്നതിൽ എനിക്ക് ഹയായില്ലായിരുന്നുവെങ്കിൽ കദബത്തു അൻഹു, ആ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ കളവ് പറയുമായിരുന്നു. രാജാവ് ചോദിച്ചപ്പോ എനിക്കെല്ലാം നേര് പറയേണ്ടി വന്നു. അതെന്താ? ഞാനെങ്ങാനും വല്ല കളവും പറഞ്ഞാൽ ഈ കൂടെ ഇരിക്കുന്നവരെന്ത് പറയും? അയാളെ പറയുന്നത് കളവാണ്. ധൈര്യസമേതം അതവർ പറയും. ആ പറയാൻ എനിക്കൊരു നാണക്കേടല്ലേ? ഇസ്ലാമിലെന്ന് മാത്രമല്ല, ഇസ്ലാമിന് മുമ്പും ലോകത്ത് എപ്പോഴും കളവ് എന്നുള്ളതൊരു മോശത്തരാണ്. ഇത് ഹയാവുള്ള മനുഷ്യൻ കളവ് പറയില്ല. അത് ഇസ്ലാമിലെന്ന് മാത്രമല്ല, പൊതുവെ ലോകത്ത് ബുദ്ധിയും വിവേകവും ഹയാവും നാണവും എന്നുള്ള ആള് കളവ് പറയില്ല. അത് മുമ്പത്തെ സംസ്കാരത്തിലായാലും തിരക്കല്ല, 6-ാം നൂറ്റാണ്ടിലായാലും തിരക്കല്ല, എപ്പോഴായാലും തിരക്കല്ല. ഈ കളവ് എന്നുള്ളത് എല്ലാവരും ഒരു മോശമായി കണ്ട സംഗതിയാണ്. അപ്പൊ ഞാനിപ്പോ എന്നോടിപ്പോ ഈ രാജാവ് പലതും ചോദിച്ചല്ല, ചോദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്, വളരെ കഴിഞ്ഞിട്ടാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ തങ്ങളോട് ഹിജ്റ 6 നടന്ന ഈ സംഭവം അബൂ സുഫിയാൻ പറയുന്നത്. അബൂ സുഫിയാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ തങ്ങളോട് വളരെ കഴിഞ്ഞിട്ടാണ് ആ കഥ പറയുന്നത്. ഹിജ്റ 6 ഉണ്ടായിരുന്ന ഹുദൈബിയ സന്ധി നടന്ന ആ സമയത്തുണ്ടായിരുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നമുക്ക് പറയാലോ ഇപ്പൊ, അല്ലേ?
കാരണം ഇപ്പൊ നമ്മൾ പറയുന്നത് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമല്ലേ. പറയുന്ന സമയത്ത് അദ്ദേഹം മുസ്ലിം അല്ല, ഇസ്ലാം അല്ല. ഇപ്പൊ ഏതായാലും അദ്ദേഹം എന്തായിട്ടുണ്ട്, മുസ്ലിം ആയിട്ടുണ്ട്. നമുക്ക് റളിയല്ലാഹു പറയാം. അപ്പൊ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഈ സംഗതി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ തങ്ങളോട് പറയുന്നത് വളരെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഹിജ്റ 6 ഈ സംഭവം നടക്കുന്നത്. ഹിജ്റ 6 നടന്ന ഒരു സംഭവം എടുത്തിട്ട് ഹിക്കായത്ത് ചെയ്യാണ്. അന്ന് ഹിർക്കല് എന്തൊക്കെയാണ് ചോദിച്ചത് എന്നുള്ളതാ പിന്നെ വരുന്നത്. അപ്പൊ ഹിർക്കൽ ഇത് ചോദിച്ചപ്പോ എല്ലാം എനിക്ക് നേര് പറയേണ്ടി വന്നു. എനിക്ക് കളവൊന്നും പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കളവ് പറയാൻ പറ്റാതിരുന്നത്? കാരണം ഞാൻ കളവ് പറഞ്ഞാൽ എന്റെ കൂടെയുള്ള ഈ കച്ചവടക്കാരുണ്ടല്ല, അവർക്കെല്ലാം അറിയുന്ന കാര്യല്ലേ. അപ്പൊ അവരെന്ത് പറയൂ? അയാൾ പറയുന്നത് കളവാണ്. കാരണം ആദ്യം തന്നെ രാജാവ് പരിഭാഷകൻ മുഖേന പറഞ്ഞല്ല, ഞാൻ ഇയാളുടെ പലതും ചോദിക്കൂ. ചോദിക്കുമ്പോൾ ഇയാൾ എന്തെങ്കിലും കളവ് പറഞ്ഞെങ്കിൽ നിങ്ങളത് കളവാണെന്ന് പറയണമെന്നും പറഞ്ഞല്ല. അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും കളവ് പറഞ്ഞാൽ എന്താവും ഇവിടെ? ഇവരെല്ലാം കൂടി ഞാൻ കളവ് പറഞ്ഞു എന്ന് പറയൂ. അപ്പൊ അവർക്കൊരു നാണക്കേടാണ്, ഒരു ഹയാ ആണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതിനൊക്കെ നേര് പറയേണ്ടി വന്നു. അതാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത്. എനിക്ക് കുറെ കളവ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കളവ് പറഞ്ഞാൽ എന്താവും? ഇവരെല്ലാം പറയും ഇയാൾ പറയുന്നത് കളവാണ്. അപ്പൊ അതൊരിക്കലും ഹയാവാണ്. ആള് രാജാവിന്റെ മുന്നിൽ പോയിട്ട് കളവ് പറഞ്ഞാൽ പിന്നീട് എന്തൊരു നാണക്കേട. അപ്പൊ അതവിടുന്ന് ഞാൻ ആകെ വഷളാവും കളവ് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഹിറക്കൽ ചോദിച്ചതിനൊക്കെ എനിക്ക് നേര് പറയേണ്ടി വന്നു എന്ന് പിന്നീട് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് പറയുകയാണ്. ഇനി ഹിർക്കൽ രാജാവ് എന്തൊക്കെയാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ചോദിച്ചത്, അതാണ് ഇനി വരുന്നത്.